അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തോട് അനുകൂലമായി ഹമാസ് പ്രതികരിച്ചു എന്ന വാർത്തയാണല്ലോ. തുടർ ചർച്ചകളിലേക്ക് കടക്കാൻ തയ്യാറെന്ന് ഹമാസ് അറിയിച്ചിരിക്കുന്നു. മധ്യസ്ഥ രാജ്യങ്ങൾ വഴി ഇക്കാര്യം അറിയിച്ചതായും ഹമാസ് വ്യക്തമാക്കി. 60 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശമാണ് അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇസ്രായേൽ നേരത്തെ വെടിനിർത്തൽ ധാരണ അംഗീകരിച്ചിരുന്നു. സമാധാന ചർച്ചകൾ തുടരുന്ന വേളയിൽ ഇസ്രായേൽ ആക്രമണം ഉണ്ടാകില്ല എന്ന് അമേരിക്ക ഉറപ്പ് നൽകണമെന്നും ഹമാസ് ആവശ്യപ്പെടുന്നു. ഇക്കാര്യത്തിൽ അമേരിക്കയും ഇസ്രായേലും പ്രതികരിച്ചിട്ടുമില്ല. ഐസൻ വിവരങ്ങൾ. തീർച്ചയായും 60 ദിവസത്തെ വെടിനിർത്തലാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത്. ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു വെടിനിർത്തൽ നിർദ്ദേശം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും തൊട്ടടുത്ത ദിവസം തന്നെ അത് ഇസ്രായേൽ അംഗീകരിക്കുകയും ഹമാസിന്റെ പരിഗണനയ്ക്ക് അത് വിട്ടിരിക്കുന്നു എന്ന നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ഇത് സംബന്ധിച്ചൊരു വിശദീകരണം ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് വെടിനിർത്തൽ ധാരണ സംബന്ധിച്ചുള്ള പഠനങ്ങൾ അത് വിശകലനം ചെയ്യുകയാണ് എന്നൊരു സ്ഥിരീകരണം ഇന്നലെ ലഭിക്കുകയും ഇന്ന് പുലർച്ചെയോടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടന്നതിന്റെ പശ്ചാത്തലത്തിൽ ഹമാസ് ഈജിപ്തിനെയും അതുപോലെ തന്നെ മറ്റൊരു മധ്യസ്ഥ രാജ്യമായ ഖത്തറിനെയും തങ്ങൾ ഈ വെടിനിർത്തൽ ധാരണയ്ക്ക് തയ്യാറാണ് എന്ന ഒരു കണ്ടീഷൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വെടിനിർത്തൽ ധാരണ നടപ്പാക്കുന്നതോടെ ആക്രമണം കുറയ്ക്കണം, തങ്ങൾക്കെതിരെയുള്ള ആക്രമണം കുറയ്ക്കണം, അല്ലെങ്കിൽ അത് നിർത്തിവെക്കണം എന്ന് ഇസ്രായേലിനോട് നിർദ്ദേശിക്കുകയും അത് അമേരിക്ക ഉറപ്പുവരുത്തുകയും വേണമെന്നൊരാവശ്യവും ഹമാസ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിലാണ് മറുപടി ഇസ്രായേലിന്റെയോ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഹമാസ് പ്രതീക്ഷിക്കുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് വെടിനിർത്തൽ പൂർണ്ണമായും സാധ്യമാക്കുക എന്നാണ്. പക്ഷേ അത്തരത്തിൽ വെടിനിർത്തൽ സാധ്യമാക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഭീകര സ്വഭാവമുള്ള സംഘടനകളുമായി ചേർന്ന് വീണ്ടും ഹമാസിനെ ശാക്തീകരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊരു മുൻകരുതൽ കൂടി അവിടെ നിലനിൽക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ 60 ദിവസത്തെ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കുന്ന വേളയിൽ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ആയുധ സംഭരണമോ അല്ലെങ്കിലുള്ള അത്തരത്തിലുള്ള നീക്കങ്ങളോ ഹമാസ് നടത്തുകയാണെങ്കിൽ അതിന് മറ്റ് ഭീകര സ്വഭാവമുള്ള പ്രോക്സി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഹൂതി വിമതരും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും പിന്തുണയ്ക്കുകയാണെങ്കിൽ വൻതോതിൽ ഒരു പ്രത്യാക്രമണ ശേഷി നേടിയെടുക്കാൻ സാധിക്കും ഹമാസിനെ എന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇതുവരെ പ്രഖ്യാപിക്കാത്തത്. എന്നാൽ അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകും, അക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ ധാരണയിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകം എന്ന് പറയുന്നത് വെടിനിർത്തൽ ധാരണ അംഗീകരിച്ചില്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഹമാസിന് നൽകിയിട്ടുള്ളത്. ഈ പ്രത്യേക നിർദ്ദേശം നിലനിൽക്കുന്നിടത്തോളം സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതികരണത്തിന് ഹമാസ് തയ്യാറാകില്ല. മാത്രമല്ല ഇറാനെ ഏതാണ്ട് പൂർണ്ണമായും തകർത്ത ഒരവസ്ഥയിലാണ് ഇസ്രയേലും അമേരിക്കയും എത്തിച്ചിരിക്കുന്നത്. ഇറാന്റെ ആണവശേഷിയെല്ലാം ഇസ്രയേൽ തകർത്തും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി വലിയ വിലപേശലിനുള്ള സാധ്യതയില്ല എന്ന തിരിച്ചറിവ് ഹമാസിനുണ്ട്. സ്വാഭാവികമായും മറ്റ് ഭീകര സ്വഭാവമുള്ള സംഘടനകൾക്കുമുണ്ട്. ഇറാന്റെ പിന്തുണയുടെ കാര്യത്തിലും ആശങ്ക നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തീർച്ചയായും നിലവിലെ സാഹചര്യത്തിൽ ഹമാസിനെ ഈ വെടിനിർത്തൽ അംഗീകരിക്കുകയല്ലാതെ വേറെ വഴിയില്ല എങ്കിൽ കൂടി തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകില്ല എന്ന് ഇസ്രായേലിന്റെ ഭാഗത്ത് ഉറപ്പ് ലഭിക്കണം. അത് അമേരിക്ക തന്നെ ഉറപ്പ് നൽകുകയും വേണമെന്നൊരാവശ്യവും ഹമാസ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ വൈകാതെ തീരുമാനങ്ങളിൽ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. ശരി ഐസൻ.